നിക്കരാഗോയിലെ കത്തോലിക്ക സമൂഹം കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ഈസ്റ്റർ ആഘോഷിച്ചു. ഡാനിയൽ ഒർട്ടേഗയുടെ ഏകാധിപത്യ ഭരണകൂടം 4000-ഓളം പോലീസുകാരെ ഇറക്കി നിയന്ത്രിച്ച് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ നടത്തിയിട്ടും വിശുദ്ധ വാര തിരുക്കർമ്മങ്ങൾ ദേവാലയത്തിനുള്ളിൽ തന്നെ നടത്തുകയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച പ്രാദേശിക അതിരൂപതയുടെ കണക്കനുസരിച്ച് 12,000-ലധികം ആളുകൾ മനാഗ്വ കത്തീഡ്രലിൽ നടന്ന കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തു. ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെ പീഡനങ്ങൾക്കിടയിലും വിശ്വാസം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന രാജ്യത്തെ കത്തോലിക്ക സഭയുടെ 400-ലധികം ഇടവകകളെ നിയന്ത്രിക്കാൻ സ്വേച്ഛാധിപത്യം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ഉക്രൈനിൽ വീണ്ടും റഷ്യയുടെ വ്യോമാക്രമണം. റഷ്യൻ പ്രദേശങ്ങളിൽ ഉക്രൈനും ആക്രമണങ്ങൾ നടത്തി. ഉക്രൈനിലെ ഊർജ്ജാടിസ്ഥാന സംവിധാനങ്ങളും പ്രകൃതിവാതക വ്യവസായവും ലക്ഷ്യം വെച്ചായിരുന്നു റഷ്യയുടെ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് പ്രതിരോധ വ്യവസായ സംരംഭങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതേസമയം റഷ്യയിലെ സൈറ്റുകളിൽ റോക്കറ്റ് വിക്ഷേപിച്ച് ഉക്രൈനിയൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഉയർന്ന കൃത്യതയിലുള്ള ദീർഘദൂര വ്യോമാധിഷ്ഠിത ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയത്. ആക്രമണത്തിനിടെ ഗണ്യമായ എണ്ണം റഷ്യൻ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി ഉക്രൈൻ്റെ വ്യോമസേന റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ഉക്രൈന് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.